കൊമേഴ്സിലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. സോ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ നോക്കാൻ പോണത് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അതേപോലെ അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മൾ ഈ ഫസ്റ്റത്തെ സെക്ഷനിലായ ഇൻട്രൊഡക്ഷനിൽ നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഭാഷ അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പം മലയാളം സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, എന്തിനു വേണ്ടി? ഓരോന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടതാണ് നമ്മുടെ അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ് നോൺ ആസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ അങ്ങനെ ഒന്നുമല്ല. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ എന്താണത്? അക്കൗണ്ടിങ് ആണ്. എല്ലാ ബിസിനസ് ഫേംസിൻ്റെയും റിസൾട്ട് കാണിക്കുന്നത് എന്തിൽ കൂടിയാണ്? അക്കൗണ്ടിങ്ങിൽ കൂടിയാണ്. സോ നമുക്ക് അക്കൗണ്ടിങ്ങിലോട്ട് പഠിക്കാം. ലൂക്ക പാച്ചിയോളി. ലൂക്ക പാച്ചിയോളി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് മാത്രമല്ല, ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ലൂക്ക പാച്ചിയോളി. ലൂക്ക പാച്ചിയോളി എന്നൊരു വ്യക്തി ഒരു ഇറ്റാലിയൻകാരനാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഫാദർ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക്സ് ഫ്രെയിം ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 1494 ഓക്കെ, 1494 ആദ്യത്തെ ബുക്സ് പബ്ലിഷ് ചെയ്തത്. ആ ബുക്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ഫാദർ ഓഫ് അക്കൗണ്ടിങ് അതേപോലെ തന്നെ ഫാദർ ഓഫ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്നറിയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട വ്യക്തിയുടെ പേരാണ് ലൂക്ക പാച്ചിയോളി. ലൂക്ക പാച്ചിയോളി ആരാണ്? അപ്പോൾ ഫാദർ ഓഫ് അക്കൗണ്ടിങ് അതേപോലെ തന്നെ ഫാദർ ഓഫ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലൂക്ക പാച്ചിയോളി. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്. മീനിങ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ആണ്. ക്ലിയർ? ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മുടെ മീനിങ് നോക്കുന്നത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അത് നമ്മൾ പറയുന്ന പേരാണ് AICPA. ഓക്കെ, AICPA ആണ് വളരെ വ്യക്തമായിട്ട് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫ്രെയിംവർക്കിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമുക്കപ്പോൾ ഡെഫിനിഷനിലോട്ട് പോകാം. അക്കോർഡിംഗ് ടു American Institute of Certified Public Accountants defined accounting as an art of recording, classifying and summarizing in a significant manner and in terms of money. Important ആണ്. In terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്തിട്ട് മീനിങ്ഫുൾ മാനറിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഒരു എൻറ്റയർ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ടേംസും എന്തിലായിരിക്കും? മണി ടേംസിലുള്ളത് മാത്രമേ അക്കൗണ്ടിങ്ങിൽ കാണിക്കത്തുള്ളൂ. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫൈങ് ഉണ്ട്, സമ്മറൈസിങ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? ഇൻ ടേംസ് ഓഫ് മണി, മണി ടേംസിൽ അതിനെ സിഗ്നിഫിക്കൻറ്റ് മാനറിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റയർ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ്. ഇതാരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. നമ്മൾ മീനിങ് എഴുതുമ്പോൾ ആദ്യം ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും എഴുതിയിരിക്കണം. സോ AICPAക്ക് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം ആരാന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട് മാത്രം നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഡെഫിനിഷനിലോട്ട് പോകേണ്ടതുള്ളൂ. ക്ലിയർ അല്ലേ? നമുക്കിനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? AICPന്റെ പ്രകാരമുള്ള ഒരു ഡെഫിനിഷൻ ഫോർമാറ്റ് മാത്രമാണിത്. നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് അറിയണം. നമ്മൾ ഇതുവരെയും പഠിക്കാത്തൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. ബാക്കിയുള്ള ഏത് സബ്ജക്റ്റ് എടുത്താലും നമുക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. പക്ഷേ അക്കൗണ്ടിങ്ങിലായിരിക്കും നമുക്ക് എന്താണ് ബേസിക് ഒന്നും അറിയത്തില്ല. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം.